പ്രിയ വിദ്യാർത്ഥികളെ ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലീനിയർ ഓൾജിബ്ര എന്ന ഈ മൊഡ്യൂളിൻ്റെ ബേസിക് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇന്ന് നമ്മുടെ സിലബസിലേക്ക് വരികയാണ്. ഫസ്റ്റ് ടോപ്പിക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, എങ്ങനെ അതിൻ്റെ ജോമെട്രി എന്താണ്, എപ്പോഴാണ് ആ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടാവുക, എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എന്താണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ? ലീനിയർ ഇക്വേഷൻസിൻ്റെ സിസ്റ്റം അല്ലേ, കളക്ഷൻസ്. ഫോർ എക്സാമ്പിൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആൻഡ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 3. ഇവിടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ദറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1, എക്സ് പ്ലസ് 2y ഈക്വൽ ടു 3 അല്ലേ. ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ് ഇത്. ഇതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഇതിനെ നമുക്ക് എക്സ് വൈ പ്ലെയിനിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ചെറിയ ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എക്സ് വൈ പ്ലെയിനിൽ എക്സ് വൈ വരയ്ക്കും, അതിലെ കുറച്ച് നമ്പേഴ്സ് അടയാളപ്പെടുത്തും, 1 2 3 4 എക്സെട്ര, -1 -2 -3 എക്സെട്ര, നെക്സ്റ്റ് -1 -2 -3 എക്സെട്ര, നെക്സ്റ്റ് 1 2 3 4. ദാറ്റ് ഈസ് എക്സ് ആക്സിസ് വൈ ആക്സിസ്. എങ്ങനെ എക്സ് പ്ലസ് 1 നമുക്കറിയാം, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. എങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് മനസ്സിലാവുക? എക്സിൻ്റെ പവർ 1ഉം വൈയുടെ പവറും 1 ആണെങ്കിൽ, എക്സിൻ്റെയും വൈയുടെയും പവർ അറ്റ്മോസ്റ്റ് 1 ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 3 ഇതും ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്ലെയിനിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. എങ്ങനെ വരയ്ക്കാം? നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ചെറിയ ക്ലാസ്സിൽ പറയുന്ന പോലെ ചെറിയ എക്സ് വൈ എന്ന ഒരു ടേബിൾ വരയ്ക്കാം. കാരണം നമുക്കൊരു ലൈൻ വരയ്ക്കണമെങ്കിൽ രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈനാണ് നമ്മുടെ ആ ലൈനിൻ്റെ ഇക്വേഷൻ, ആ ലൈന്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈന് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന ലൈന് കിട്ടണമെങ്കിൽ ആ ലൈനിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. ദറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക അല്ലേ. ദറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 0 ആവുമ്പോൾ വൈ എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 0 ഇവിടെ കൊടുക്കുമ്പോൾ വൈ 1 ആയി അല്ലേ. ദറ്റ് ഈസ് ഒരു പോയിന്റ് എന്താണ്? 0 1. എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 1. നെക്സ്റ്റ് വേറൊരു പോയിന്റ് വൈക്ക് 0 കൊടുക്കാം. വൈക്ക് 0 കൊടുക്കുമ്പോൾ ദറ്റ് ഈസ് വൈക്ക് 0 കൊടുത്തു, എക്സിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 1 ആയി. അപ്പോൾ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് എക്സിനും വൈക്കും കൊടുക്കുക. എക്സിന് കൊടുക്കുന്ന നേരം നിങ്ങൾക്ക് വൈയുടെ വാല്യൂ കിട്ടും, വൈ കൊടുക്കുന്ന നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യുക? എക്സിൻ്റെ വാല്യൂ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് രണ്ട് പോയിന്റ് കിട്ടി. ഏതാണ് ആ പോയിന്റ്? എക്സ് വൈ. നമ്മൾ എപ്പോഴും എക്സ് വൈ എന്ന പോയിൻ്റാണ് എഴുതുക അല്ലേ. ഓർഡേഡ് പെയർ എക്സ് വൈ എന്ന് എഴുതുക. അപ്പോൾ ഒരു പോയിന്റ് ഏതാണ്? 0 1. ദറ്റ് ഈസ് 0 1. അടുത്ത പോയിന്റ് 1 0. അപ്പോൾ എക്സ് വൈ പ്ലെയിനിൽ ഈ രണ്ട് പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്താം. ദറ്റ് ഈസ് എക്സ് ആക്സിസിൽ 0, വൈ ദറ്റ് ഈസ് 1. ഫസ്റ്റ് പോയിന്റ് ഇതാണ് 0 1 0 1. നെക്സ്റ്റ് 1 0, അത് ഈ പോയിന്റ് അല്ലേ. 1 0 ദാറ്റ് ഈസ് എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുക ഫസ്റ്റ് എക്സ് ആണ്, ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ എക്സ് ഇവിടെ എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 പറഞ്ഞാൽ എന്തായാലും വൈ ആക്സിസിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. ദാറ്റ് ഈസ് വൈ ആക്സിസിലെ 1 എന്ന പോയിന്റ്. നെക്സ്റ്റ് വൈ 0 ആണെങ്കിൽ എപ്പോഴും എക്സ് ആക്സിലാണ് അത് കിടക്കുന്നുണ്ടാവുക. ദാറ്റ് ഈസ് എക്സ് ആക്സിസിലെ എക്സ് ഈക്വൽ ടു 1. ഓക്കെ, ഈ രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നുള്ളൂ.
അതേപോലെ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 3. ഇതും ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു ടേബിൾ വരച്ച് ആ പോയിന്റ്സ് അടയാളപ്പെടുത്താം. ദാറ്റ് ഈസ് എക്സ് വൈ, എക്സിന് വേണമെങ്കിൽ 0 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും, 2y ഈക്വൽ ടു 3. ദാറ്റ് ഈസ് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ y ഈക്വൽ ടു 3/2. y ഈക്വൽ ടു 3/2. നെക്സ്റ്റ് വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാലോ, വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 3. ഏതൊക്കെയായിരുന്നു പോയിന്റ്, ദാറ്റ് ഈസ് 0, 1.5 അല്ലേ, 3/2 ദാറ്റ് ഈസ് 1.5. നെക്സ്റ്റ് 3, 0. ഫസ്റ്റ് എക്സ് 0 ആണെങ്കിൽ അത് വൈ ആക്സിസിലാണ് കിടക്കേണ്ടാവുക അല്ലേ, വൈ ആക്സിസിലാണ് കിടക്കേണ്ടാവുക. ദാറ്റ് ഈസ് വൈ ആക്സിൽ 3/2 എന്ന പോയിന്റ് ഇവിടെ കിടക്കും അല്ലേ. ദാറ്റ് ഈസ് 3/2 പറഞ്ഞു കഴിഞ്ഞാൽ 1.5. നെക്സ്റ്റ് 3, 0 അത് ഈ ഒരു പോയിന്റ്. അപ്പോൾ ഇതാണ് ലൈൻ. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 3. അപ്പോൾ ഇതാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ജസ്റ്റ് അത് എന്താ എന്നുള്ളത് ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു എന്നുള്ളൂ. ഇനി എന്താണ് ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ വെച്ച് നമുക്ക് പഠിക്കേണ്ടത്, എപ്പോഴാണ് ഇതിന് സൊല്യൂഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. ഞാൻ ഇവിടെ 2 ഇക്വേഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1, എക്സ് പ്ലസ് 2y ഈക്വൽ ടു 3. ഈ 2 ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, ഈ 2 ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ആണ് എന്ത് ഇതിൻ്റെ സൊല്യൂഷൻ. ഈ 2 ഇക്വേഷനും ദാറ്റ് ഈസ് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഈ 2 ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനത്തെ പോയിന്റ്സ് ആണ് എന്ത് ഇതിൻ്റെ സൊല്യൂഷൻ. എന്താണ് അങ്ങനത്തെ പോയിന്റ്സ്? ഇപ്പോൾ നമ്മൾ 2 ലൈൻ വരച്ചു. ഈ 2 ലൈനും ഈ ലൈനിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ. അതുകൊണ്ട് നമ്മൾ 2 പോയിന്റ് എടുത്ത്, ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിലെ ഓരോ പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഈ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി രണ്ടാമത്തെയോ, രണ്ടാമത്തെ ഇക്വേഷൻ ദാറ്റ് ഈസ് ഈ ലൈനിലെ ഏത് പോയിന്റ്, ഒരുപാട് പോയിന്റ്സ് ഉണ്ട് അല്ലേ. ഇത് നമ്മളെടുത്തൊരു പോയിന്റാണ്, ഇത് നമ്മളെടുത്ത പോയിന്റാണ്, ഇത് രണ്ടും അല്ലാതെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് ഈ ലൈനിൽ. ഈ ലൈനിലെ ഏത് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ആണ്. അഥവാ നമ്മൾ ഈ 2 ലൈനും ഒന്ന് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് എന്തായിരിക്കും, ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ. അഥവാ അത് വരച്ചു കഴിഞ്ഞാൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എന്ത് അതിൻ്റെ സൊല്യൂഷൻ ആയി വരിക. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ജോമെട്രി എന്ന് പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സൊല്യൂഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെ ഇത് സോൾവ് ചെയ്യുക എന്നുള്ളത് അല്ലേ. ഇവിടെ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 എടുത്തു. ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 3, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. ഇത് ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് 0 വരും. 2y മൈനസ് വൈ ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു നെക്സ്റ്റ് 3 മൈനസ് 1 ദാറ്റ് ഈസ് 2. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു 2. നെക്സ്റ്റ് നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്, ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 കിട്ടിയിട്ടുണ്ട്. അതിൽ y ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 1. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 1 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1. ഇപ്പോൾ എവിടെ കിട്ടിയേ, ദാറ്റ് ഈസ് മൈനസ്, നമ്മുടെ ഫിഗറിൽ ചെറിയൊരു മിസ്റ്റേക്ക് ആക്യുറസി കുറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു -1, വൈ ഈക്വൽ ടു 2. ഈ 2 ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടോ ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് -1 പ്ലസ് 2 ഈക്വൽ ടു എന്താണ് 1 ആണ് അല്ലേ. ദാറ്റ് ഈസ് 1 കിട്ടി. നെക്സ്റ്റ് എക്സ് പ്ലസ് 2y ദാറ്റ് ഈക്വൽ ടു എന്തായിരുന്നു, എക്സ് -1 പ്ലസ് 2 ഇൻറ്റു -1 പ്ലസ് 2 ഇൻറ്റു 2
ദാറ്റ് ഈക്വൽ ടു -1 + 4 ദാറ്റ്സ് ഈക്വൽ ടു 3. ഈ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യും. കാരണം ഈ രണ്ട് ഇക്വേഷൻ, രണ്ട് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് -1 2. ഓക്കെ, ഇതാണ് ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ ജോമെട്രി. ഓക്കെ, ഇനി നമുക്ക് ലൈന് എത്ര രീതിയിൽ വരയ്ക്കാം? ഒരു XY പ്ലെയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലൈന് ഇത്, ഒരു ലൈന് ഇത്, അഥവാ ഇൻ്റർസെക്റ്റ് ചെയ്യാം. രണ്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇൻ്റർസെക്റ്റ് ചെയ്യാം. രണ്ട് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പാരലായിട്ട് നമുക്ക് രണ്ട് ലൈൻ വരക്കാം. ഇതൊരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഒരു ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന് കറസ്പോണ്ടിങ് ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും അല്ലേ? ഒരു ലൈനിന് കറസ്പോണ്ട് എപ്പോഴും ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? നിങ്ങൾ 10th അല്ലെങ്കിൽ +1 +2 ക്ലാസ് സ്ട്രൈറ്റ് ലൈൻ എന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ലൈൻ എങ്ങനെ കണ്ടുപിടിക്കാം? പല രീതിയിലും നമുക്ക് ഈ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ രണ്ട് ലൈൻ വരക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അത് പാരലൽ ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ നോൺ പാരലൽ ലൈൻ ആയിരിക്കും. ഇവിടെ രണ്ട് പാരലൽ ലൈൻ എടുക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, തമ്മിൽ കൂട്ടിമുട്ടില്ല. അതുകൊണ്ട് ഇതിന് സൊല്യൂഷൻ ഉണ്ടാവുമോ? ഈ രണ്ട് ഇക്വേഷൻ നമ്മുടെ ഇതേ രീതിയിൽ എഴുതി അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം തൊട്ട് മുന്നേ പറഞ്ഞു, എപ്പോഴാണ് സൊല്യൂഷൻ ഉണ്ടാവുക? ആ രണ്ട് ലൈന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ടൈമിലാണ് സൊല്യൂഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് അത് വരിക. ഒന്നെങ്കിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അപ്പോഴേക്ക് നമുക്ക് പറയാൻ പറ്റും ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. ഓക്കെ, എപ്പോഴാണ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക? ആ രണ്ട് ലൈന് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു കേസ്. ഫസ്റ്റ് കേസ് ഇതാണ്, ഇൻ്റർസെക്റ്റ് ചെയ്യും, ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഇനി ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും രണ്ട് കേസ് ഉണ്ട്. ഒന്നെങ്കിൽ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും, അല്ലെങ്കിലോ ഞാൻ ഇവിടെ ലൈൻ വരയ്ക്കണേ, ഫസ്റ്റ് ലൈൻ ഇങ്ങനെ വരച്ചു, അതിൻ്റെ മുകളിൽ തന്നെ രണ്ടാമത്തെ ലൈൻ വരച്ചു. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ തന്നെ രണ്ടാമത്തെ ലൈനും വരയ്ക്കുകയാണെങ്കിൽ എല്ലാ പോയിന്റിലും ഇൻ്റർസെക്റ്റ് ചെയ്യും അല്ലേ? ഒന്നാമത്തെ ലൈനുണ്ടോ ഏതെല്ലാം പോയിന്റ്സിലൂടെ അത് പാസ് ചെയ്യുന്നോ അതിലൂടെ എല്ലാം സെക്കൻഡ് ലൈനും പാസ് ചെയ്യും. അപ്പം ഞാൻ രണ്ട് ലൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ചുമ്മാ ഇങ്ങനെ വരയ്ക്കാം, അത് ഒരു പക്ഷേ പാരലൽ ലൈൻ ആയിരിക്കും അല്ലേ? പാരലൽ ലൈൻ ആണെങ്കിൽ ഒരിക്കലും അതിന് സൊല്യൂഷൻ, അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും സൊല്യൂഷൻ കിട്ടില്ല. അപ്പോൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. രണ്ടാമത്തേത് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യണ രീതിയിൽ. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു പോയിന്റിലെ ഇൻ്റർസെക്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എല്ലാ പോയിന്റിലും ഇൻ്റർസെക്റ്റ് ചെയ്യും. കാരണം ആ ഒരു ലൈനിൻ്റെ മുകളിൽ കൂടി തന്നെ വീണ്ടും ആ ലൈൻ ഒരു ലൈനും കൂടി വരയ്ക്കുകയാണെങ്കിലോ ആ രണ്ട് ലൈന് എല്ലാ പോയിന്റ്സിലും ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ മൂന്ന് കേസാണ്. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് കേസാണ്. ഒന്നെങ്കിൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യില്ല. എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുക? എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യണം. ഓക്കെ, എക്സിസ്റ്റ് ചെയ്യാത്ത കേസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യൂല. ഓക്കെ, ഇനി എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും രണ്ട് കേസ് ഉണ്ട്. ഒന്നെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും അല്ലേ? കാരണം ഒരു പോയിന്റിലെ ഇൻ്റർസെക്റ്റ് ചെയ്യുള്ളൂ. ലൈൻ ഒരിക്കലും രണ്ട് പോയിന്റിൽ മാത്രം ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. കാരണം രണ്ട് പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇങ്ങനെ ഒരു പോയിന്റ് ടച്ച് ചെയ്യണം, പിന്നെ ഇങ്ങനെ വന്ന് വീണ്ടും ഒരു പോയിന്റ് ടച്ച് ചെയ്യണം. പക്ഷേ ഇത് കർവാണ്, ലൈനല്ല. അപ്പോൾ ഒരിക്കലും ഒരു രണ്ട് ലൈന് തമ്മിൽ രണ്ട് പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യില്ല. ഒന്നെങ്കിൽ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ പോയിന്റിലും ടച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ മൂന്ന് കേസാണ് നമ്മൾ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാം. ഒന്നെങ്കിൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും, ദാറ്റ് ഈസ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഇനി സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിലോ അതിൽ രണ്ട് കേസാണ്, ദാറ്റ് ഈസ് യുണീക്ക് സൊല്യൂഷൻ. രണ്ടാമത്തേത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. മൂന്നാമത്തെ കേസ് നോട്ട് എക്സിസ്റ്റ്, സൊല്യൂഷൻ നോട്ട് എക്സിസ്റ്റ്. ഓക്കെ,
സൊല്യൂഷൻ നോട്ട് എക്സിസ്റ്റ്. ഇതിന് ഒരു പുതിയൊരു വേർഡ് പറയാൻ പോവാണ്. സൊല്യൂഷൻ ഫസ്റ്റ് രണ്ട് കേസ് എന്താണ്? സൊല്യൂഷൻ ഉണ്ട് അല്ലേ, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയും. ദറ്റ് ഈസ് കൺസിസ്റ്റൻ്റ്. ദറ്റ് ഈസ് ഞാൻ ഇവിടെ എഴുതാം. സൊല്യൂഷൻ ഫസ്റ്റ് രണ്ട് കേസ് നമുക്ക് എന്ത് ചെയ്യാം? സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കേസാണ്. ദെർഫോർ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷനെ കൺസിസ്റ്റൻ്റ് എന്ന് പറയും. കൺസിസ്റ്റൻ്റ്. ഇനി മൂന്നാമത്തെ കേസ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാത്ത കേസ്, അത് ഇൻകൺസിസ്റ്റൻ്റ്. ഇൻകൺസിസ്റ്റൻ്റ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വേർഡ് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ എക്സാമിന് ചോദിക്കുക, ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തരും, അത് കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ ചോദിക്കും, ചെക്ക് ചെയ്യാൻ പറയും. ഓക്കെ, എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് പഠിക്കാം. ഒരിക്കലും നിങ്ങൾ ഗ്രാഫിക്കലി വരച്ച് പോവരുത്. കാരണം ഇത് എപ്പോഴും എക്സും വൈയും മാത്രമായിരിക്കണം എന്നില്ല. മൂന്നാമത് ഒരു വേരിയബിൾ വരാം, നാലാമത് ഒരു വേരിയബിൾ വരാം. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ മിനിമം 3 or 4 വേരിയബിൾ ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക. അത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. 3 വേരിയബിൾ ആണെങ്കിൽ നമുക്ക് പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റില്ല അല്ലേ, സ്പേസിലുള്ള ഒരു ലൈനായിരിക്കും. അപ്പോൾ അത് ഇൻ്റർസെക്റ്റ് ചെയ്യണ പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, വരച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ അതിന് ഒരു മെത്തേഡ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈക്വൽ സൈൻ, ഫോർ എക്സാമ്പിൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2, നെക്സ്റ്റ് എക്സ് പ്ലസ് 3y ഈക്വൽ ടു 0. ഇതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷനാണ്. ഇവിടെ ഈ എക്സ് വാരിയബിൾ ഒഴിച്ചുള്ള ഭാഗം, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ടേമിനെ ഈക്വൽ സൈൻ്റെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ ചെക്ക് ചെയ്യാം. ഈക്വൽ സൈൻ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് 0 ആണെങ്കിൽ ഈ ഇക്വേഷനെ, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയും. ഹോമോജീനിയസ് സിസ്റ്റം. ദാറ്റ് ഈസ് ഇത് നോൺ ഹോമോജീനിയസ് സിസ്റ്റമാണ്, കാരണം ഇവിടെ 2 വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ? ജനറലി നമുക്ക് എങ്ങനെ എഴുതാം? ജനറലി സം കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് a11x1 പ്ലസ് a12 x2 പ്ലസ് എക്സെട്ര a1nx ഈക്വൽ ടു b1. നെക്സ്റ്റ് a21 x1 plus a22 x2 plus etc plus a2n xn അല്ലേ, xn എന്ന് എഴുതാം. xn ഈക്വൽ ടു b2. നെക്സ്റ്റ് a31 x1 plus a32 x2 plus etc plus a3n xn ഈക്വൽ ടു b3 എക്സെട്ര. അങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് ജനറലി നമുക്ക് എഴുതാം. നെക്സ്റ്റ് ലാസ്റ്റ് ഇക്വേഷൻ am1x1 പ്ലസ് am2x2 പ്ലസ് എക്സെട്ര പ്ലസ് amnxn ഈക്വൽ ടു bm. എത്ര ഇക്വേഷൻസ് ഉണ്ട് ഇവിടെ? 1 2 3 4 എക്സെട്ര m ഇക്വേഷൻസ് ഉണ്ട് അല്ലേ, m ഇക്വേഷൻസ് ഉണ്ട്. എത്ര വേരിയബിൾ ഉണ്ട്? ദാറ്റ് ഈസ് എക്സ് വൈ. അത് എഴുതുന്ന പകരം ഞാൻ x1 x2 x3 എക്സെട്ര xn വേരിയബിൾ ഉണ്ട് അല്ലേ. ദാറ്റ് ഈസ് n വേരിയബിൾ ഉണ്ട്, n വേരിയബിൾ ഉണ്ട് അല്ലേ. m ഇക്വേഷനും n വേരിയബിൾ ഉണ്ട്. ഇനി എപ്പോഴാണ് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഹോമോജീനിയസ് എന്ന് പറയാം? ഈക്വൽ സൈൻ കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ദാറ്റ് ഈസ് b1 b2 b3 b4 എക്സെട്ര bm 0 ആണെങ്കിൽ, ദാറ്റ് ഈസ് b1 ഈക്വൽ ടു b2 ഈക്വൽ ടു b3 ഈക്വൽ ടു എക്സെട്ര ഈക്വൽ ടു bm, ദിസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ഇതിലെ ഏതെങ്കിലും ഒന്ന് നോൺ സീറോ ആണെങ്കിൽ, അഥവാ ഇതല്ലെങ്കിൽ, ഇതല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഏതെങ്കിലും ഒന്ന് നോട്ട് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ എന്താ, ഇതിൻ്റെ നേരെ നെഗേഷനായി അല്ലേ. ഇതെല്ലാം 0 ആണെങ്കിൽ ഹോമോജീനിയസ്, അതല്ല ഏതെങ്കിലും ഒന്ന് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇത്
ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും നോൺ സീറോ വന്നാൽ ഇത് നോൺ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ ലീനിയർ ഹോമോജീനിയസ് ഇക്വേഷൻ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0, 3x പ്ലസ് 2y ഈക്വൽ ടു 0. ഇത് ഹോമോജീനിയസ് ആണ്. നമുക്കറിയാം ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 അല്ലേ? എക്സ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് 0 പ്ലസ് 0 ഈക്വൽ ടു 0, 3 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 0 ദാറ്റ് ഈക്വൽ ടു 0. അപ്പോൾ ഹോമോജീനിയസ് ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? ഇത് ഒരു സൊല്യൂഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 ഒരു സൊല്യൂഷൻ ആയിരിക്കും അല്ലേ? ഇത് ഹോമോജീനിയസ് ആണെങ്കിൽ എന്തായിരിക്കും? B1 B2 B3 എല്ലാം 0 ആയിരിക്കും അല്ലേ? ദാറ്റ് ഈസ് ഇവിടെ 0 വരും, ഇവിടെ 0 വരും. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ്? x1 ഈക്വൽ ടു 0, x2 ഈക്വൽ ടു 0, x3 ഈക്വൽ ടു 0 എക്സെട്ര xn ഈക്വൽ ടു 0. ഇത്രയും വാരിയബിൾ ഉണ്ട് ഈ ഇക്വേഷനിൽ. അപ്പോൾ ഇതെല്ലാം 0 ആണെങ്കിൽ എല്ലാ ഇക്വേഷനും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ദെർഫോർ ഇത് ഒരു സൊല്യൂഷനാണ്. അത് നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റും. ഹോമോജീനിയസ് ഇക്വേഷൻ എപ്പോഴും എന്താണ്? കൺസിസ്റ്റൻ്റ് ആണ്. കാരണം എപ്പോഴും അതിന് ഒരു സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 0 0 ദാറ്റ് ഈസ് ട്രിവിയൽ സൊല്യൂഷൻ എന്നാണ് ഇതിന് പറയാം. അപ്പോൾ എന്താണ് ട്രിവിയൽ സൊല്യൂഷൻ? ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ എപ്പോഴും എന്തായിരിക്കും? 0 എന്നുള്ളത് അതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ട്രിവിയൽ സൊല്യൂഷൻ. ദാറ്റ് ഈസ് ട്രിവിയൽ സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ടെക്സ്റ്റ് ബുക്കോ പ്രിൻ്റഡ് നോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ട്രിവിയൽ സൊല്യൂഷൻ ഇടയ്ക്ക് യൂസ് ചെയ്യണ്ടാവും. എന്നാൽ ട്രിവിയൽ സൊല്യൂഷൻ 0 ദാറ്റ് ഈസ് സൊല്യൂഷൻ 0 ആണെങ്കിൽ ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ട്രിവിയൽ സൊല്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് ആ 3 കേസിൻ്റെയും ഓരോ എക്സാമ്പിൾ വീതം ചെക്ക് ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു എക്സാമ്പിൾ യുണീക്ക് സൊല്യൂഷൻ വരുന്ന ഒരു എക്സാമ്പിൾ ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1, എക്സ് പ്ലസ് 2y ഈക്വൽ ടു 3. ഇനി ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ വരുന്ന ഒരു എക്സാമ്പിൾ ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1, 2x പ്ലസ് 2y ഈക്വൽ ടു 2. നിങ്ങൾക്ക് ഉള്ള ഫസ്റ്റ് വർക്ക് ദാറ്റ് ഈസ് വർക്ക് 1. ഇതൊന്ന് വരയ്ക്കാം. ഇതിൻ്റെ പിക്ചർ ഗ്രാഫിക്കലി ജസ്റ്റ് ഇതൊന്ന് വരച്ച് നോക്കാം. ഒരു പോയിന്റിലാണോ, 2 പോയിന്റിലാണോ, 3 പോയിന്റിലാണോ, ദാറ്റ് ഈസ് ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് പോയിന്റിലാണോ അതോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഗ്രാഫിക്കലി നമ്മൾ വേറെ മെത്തേഡ് പഠിച്ചിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ ഇത് സിമ്പിളായിട്ട് ഇത് സോൾവ് ചെയ്ത് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കാം, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. നെക്സ്റ്റ് അതേപോലെ അടുത്തൊരു ഇക്വേഷൻ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 1. നെക്സ്റ്റ് 2x പ്ലസ് 4y ഈക്വൽ ടു 3. ഇതും ജസ്റ്റ് വരച്ച് നോക്കുക. അപ്പോൾ 3 എക്സാമ്പിൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. നെക്സ്റ്റ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 3. ഈ 3ൻ്റെയും പിക്ചർ എക്സ് വൈ പ്ലെയിനിൽ ഈ 3 സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ ഒന്ന് ഡ്രോ ചെയ്യുക. ജസ്റ്റ് നോക്കുക യൂണീക്ക് സൊല്യൂഷൻ ആണോ, ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ, അതുപോലെ തന്നെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാത്ത കേസാണോ. ഇത് 3 നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു വർക്ക് മാത്രമേ ഇന്ന് തരുന്നുള്ളൂ. ബാക്കി എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തുള്ളത് എന്താണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, എപ്പോഴാണ് ഹോമോജീനിയസ് എന്ന് പറയാം, എപ്പോഴാണ് നോൺ ഹോമോജീനിയസ് എന്ന് പറയാം. ഇനി എപ്പോഴാണ് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാം? എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിനെന്ത് പറയും? കൺസിസ്റ്റൻ്റ് എന്നും പറയും, ചെയ്യാത്ത കേസിനെ ഇൻകൺസിസ്റ്റൻ്റ് എന്നും പറയും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുകൊണ്ട് അതിൻ്റെ ജോമെട്രിക്കലി എന്തായിരിക്കും? അത് ഇൻ്റർസെക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് 1 പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യും, ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. 1 പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ കിട്ടും. ഇനി പാരലൽ ലൈൻ ആണെങ്കിൽ അത് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? നോ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ട്രിവിയൽ സൊല്യൂഷൻ എന്നുള്ളത്?
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ സിമ്പിളായിട്ട് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ, കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടോ, എങ്ങനെ സിമ്പിളായിട്ട് മെട്രിക്സ് മെത്തേഡ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.